എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നോളജി എന്നുള്ളത് ദൈനംദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്, അതല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. അതിപ്പോൾ ഏതൊരു ഫീൽഡ് എടുത്താലും മേഖല എടുത്താലും അത് ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഹോം തിയേറ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ആയതിനാൽ ഇന്നത്തെ ടോപ്പിക്ക് പ്രൊജക്ടേഴ്സാണ്. പ്രൊജക്ടേഴ്സ് നമുക്ക് ഏവർക്കറിയാം, പണ്ട് മുതലേ ഇപ്പം ഫിലിം ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഫിലിമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫിലിമിനെ റൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രണ്ട് ഡയോഡായിരുന്നു, വെൽഡിംഗ് റോഡ്സ് ആയിരുന്നു. വെൽഡിംഗ് റോഡ്സും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് സൈഡും കൂടി കൂട്ടിമുട്ടിച്ച് അതിൻ്റെ നടുവിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വരുന്ന വെളിച്ചത്തിനെ ഒരു ഗ്ലാസ് പ്രിസമിനുള്ളിൽ വെച്ചിട്ടാണ് തിയേറ്ററുകളിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ അത് മാറി സെനോൺ ബൾബിലേക്ക് മാറ്റം പരിണാമം സംഭവിച്ചു. ഈ വെൽഡിംഗ് റോഡിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രൈറ്റ്നസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ അത് ബേൺ ഔട്ടാവുന്നതനുസരിച്ച് അതിന്റെ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഒരാൾ എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, സെനോൺ ലാമ്പ് വന്നപ്പോൾ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. ഫിലിമിൽ ഒന്നും കൂടി ക്ലാരിറ്റി ഉണ്ടാവും, കോർണർ ടു കോർണർ, എഡ്ജ് ടു എഡ്ജ് വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പം ഡിജിറ്റൽ സിനിമ വന്നു. ഡിജിറ്റൽ സിനിമയിൽ ഈ പറഞ്ഞ ലാമ്പും ബൾബാണ്, അതല്ലെങ്കിൽ ലേസറാണ്. ഇതേ സെയിം ടെക്നോളജി തന്നെ നമ്മുടെ ഹോം തിയേറ്റർ സിനിമയിലും റെപ്ലിക്ക ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പം അതായത് ഇനിഷ്യലി പഴയ 80s 90s ഹോം തിയേറ്റർ സിസ്റ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഉള്ള പ്രൊജക്ടറിൽ 3 ഒരു വലിയൊരു ബോക്സ്, ആ പെട്ടിയിൽ 3 വട്ടത്തിലുള്ള ലെൻസ് ഉണ്ടാവും. ഒന്ന് ഗ്രീൻ, ഒന്ന് റെഡ്, ഒന്ന് ബ്ലൂ. അങ്ങനെ ആ 3 പ്രൈമറി കളേഴ്സും കൂടി മേർജ് ചെയ്തിട്ടാണ് സ്ക്രീനിലേക്ക് ഇമേജ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറി പിന്നെ സിംഗിൾ ലെൻസ് ഉള്ള പ്രൊജക്ടറിലേക്ക് വന്നു. സിംഗിൾ ലെൻസ് ഉള്ള പ്രൊജക്ടറിലേക്ക് ഉണ്ടായ കുഴപ്പം, DLP പ്രൊജക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ കളർ റീപ്രൊഡക്ഷൻ വളരെ മോശമായിരുന്നു. ആ സമയത്താണ് എപ്സനെ പോലത്തുള്ള പ്രൊജക്ടേഴ്സ് മാർക്കറ്റ് അടിച്ചു കയറി അവർ വല്ലാതൊരു ഹൈ ലെവലിലേക്ക് അവരുടെ സെയിൽസ് നടന്നത്. പിന്നെ കാലം മാറുന്നതനുസരിച്ചിട്ട് ടെക്നോളജി വളർന്നു. അതുപോലെ തന്നെ ഈ സിംഗിൾ ചിപ്പ് DLP പ്രൊജക്ടേഴ്സ് തന്നെ കളർ വീലിന്റെ ഇൻട്രൊഡക്ഷൻ വന്നു. കളർ വീൽ തന്നെ പല ടൈപ്പിൽ വന്നു. അങ്ങനെ ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ചിട്ട് ഏകദേശം കളർ ഔട്ട്പുട്ടിലും ലൈറ്റ് ഔട്ട്പുട്ടിലും DLP പ്രൊജക്ടേഴ്സും ഓൾമോസ്റ്റ് ഈക്വൽ ടു LCD പ്രൊജക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാനുള്ള ഘട്ടത്തിലെത്തി. പക്ഷേ ഇന്നത്തെ ടോപ്പിക്ക് അതിനെക്കുറിച്ചല്ല. ഇന്നത്തെ ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നത് ദി ഇന്നോവേറ്റബിൾ ഫാക്ടർ. എന്താണ് ഇന്നോവേറ്റബിൾ ഫാക്ടർ? ഒരിക്കലും ഞങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് യാതൊരു കാരണവശാലും പറയാൻ പറ്റാത്ത ഒരു സംഭവം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു സംഭവം നടക്കാനുള്ളത് തന്നെയായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ഒരു പ്രൊജക്ടറിനുള്ളിൽ ഉപയോഗിക്കുന്ന ലാമ്പ് മെർക്കുറി ബേസ്ഡ് ലാമ്പാണ്. ഓക്കെ, അപ്പൊ അതായത് ഒരു ചേംബറിനുള്ളിൽ ഈ പറഞ്ഞ മെർക്കുറിയും അതിൽ ഗ്യാസും അടങ്ങിയ ഒരു ഡയോഡ് പോലത്തെ ഒരു സാധനത്തിലാണ് ഈ സാധനം ഉള്ളത്. ഇലക്ട്രിസിറ്റി ഈ ഡയോഡ് പാസ് ചെയ്യുമ്പോൾ ആ മെർക്കുറി ഹീറ്റപ്പ് ചെയ്യുകയും ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ള ലൈറ്റ്, അതാണ് ലൈറ്റ് സോഴ്സ് ആയിട്ട് ഓർഡിനറി DLP പ്രൊജക്ടേഴ്സ് അതല്ലെങ്കിൽ ലാംപ്ലേ പ്രൊജക്ടേഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന്, എൻവയോൺമെന്റലി ഫ്രണ്ട്ലി അല്ല മെർക്കുറി. ഓക്കെ, 2, അതിനോട് ഹ്യൂമൻ ബീങ്സ് എക്സ്പോസർ, അത് ഏതെങ്കിലും കാരണവശാൽ ബൾബ് പൊട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഹ്യൂമൻസ് ആയിട്ട് ടച്ച് വന്നു കഴിഞ്ഞാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഹാസേർഡ് അതിൽ നിലനിൽക്കെ ഇപ്പം ഏകദേശം ലാമ്പ് ടെക്നോളജി വന്നിട്ട് ഏകദേശം ഒരു 10-15 വർഷം. അപ്പം ഇറ്റ് ഇസ് ടോട്ടലി ഇന്നേവിറ്റബിൾ. ഈ ഒരു ടെക്നോളജി വഴിമാറിയേ പറ്റൂ. ഇപ്പം നമുക്ക് ഇവർക്കറിയാം പുതിയ ടെക്നോളജി ലേസർ ടെക്നോളജിയുമാണ്, അതുപോലെ തന്നെ LED ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലി ഇതിന് UK യൂറോപ്യൻ കൺട്രീസിലും പ്രൊജക്ടർ ലാമ്പിന് ബാൻ അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ബാനോട് ഉദ്ദേശം ഒറ്റയടിക്കല്ല നിർത്താനല്ല. ഈ 2000 ലുമൻസിന് താഴെയുള്ള ലാമ്പ് അടുത്ത 2026 ജനുവരി മുതൽ പ്രൊഡക്ഷൻസ് നിർത്താൻ പോവുകയാണ്. ഓക്കെ, 2027 ഫെബ്രുവരി 24 മുതൽ ലാമ്പ് തന്നെ പ്രൊഡക്ഷൻ മൊത്തത്തിൽ ടോട്ടലി നിർത്താൻ പോകുന്നു. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ടർ വാങ്ങിയാൽ ഓൾറെഡി നിങ്ങൾ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നു, അത് ആസ് ഓഫ് നൗ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം വരുന്നത് എവിടെയാ? ലാമ്പ് റീപ്ലേസ്മെന്റിന്റെ പ്രശ്നം വരുമ്പോഴാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് അവർക്കറിയാം,
ഒരു ലാമ്പ് സോഴ്സ് അല്ലെങ്കിൽ ഒരു സാധാരണ LED പ്രൊജക്ടറിന് ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം 3000 മുതൽ 4000 അവേഴ്സ് വരെയാണ്. അപ്പോൾ ഈ അവേഴ്സ് നമ്മൾ എത്ര കൺസ്യൂം ചെയ്യാൻ എത്രത്തോളം ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ ബ്രൈറ്റ്നസ്സും ലെവൽസ് ഇങ്ങനെ ഡിമ്മായി വരും. അൾട്ടിമേറ്റ്ലി ഒരു സ്റ്റേജ് എത്തും യു ഹാവ് ടു ചേഞ്ച് റീപ്ലേസ് ദ ലാമ്പ്. ഓക്കെ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവം, അതായത് ലാമ്പ് ഇനി പ്രൊഡക്ഷൻ തന്നെ നിർത്താൻ പോകുന്നു എന്നുള്ള സംഭവം വരുമ്പോൾ അതെങ്ങനെ നമ്മളെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യത്തേത് ഈ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഈ പറഞ്ഞ മാതിരി ഹാസേർഡസ് ആയിട്ടുള്ള സംഭവം, അതായത് മെർക്കുറി ഉള്ളത് കൊണ്ട് തന്നെ അതിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് ടു ഹാം ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദ എൻവയോൺമെന്റ് ആസ് ഇൻ നേച്ചർ, ഇൻ കോമൺ. അപ്പൊ ആയതിനാൽ അതൊരു ഫാക്ടർ. രണ്ടാമത്തേത്, ഹീറ്റ് പ്രൊഡ്യൂസസ് ടു മച്ച്. നമുക്ക് എവർക്കറിയാം ഒരു DLP പ്രൊജക്ടർ അല്ലെങ്കിൽ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറിന് അടുത്ത് ഭയങ്കര ഹീറ്റ് ആയിരിക്കും. ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ ടൈം കുറേ എടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ഹീറ്റ് കൂടുതലായതിനാൽ തന്നെ പ്രൊജക്ടറിനുള്ളിലുള്ള ഫാന് വളരെയധികം സ്പീഡിൽ തന്നെ കറങ്ങണം. പിന്നെ അതിന്റെ സൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഫാനിന്റെ ഡിസ്റ്റർബൻസ് അതൊരു ഫാക്ടറാണ്. മൂന്നാമത്തേത്, ഇതിന്റെ ലാമ്പ് ലൈഫ് ഡിറ്റർമിൻ ബൈ മെനി ഫാക്ടേഴ്സ്. ഒന്ന്, നിങ്ങളെ യൂസിങ് എൻവയോൺമെന്റിൽ എത്രത്തോളം ലാമ്പ് ഒട്ടിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ പ്രൊജക്ടറിന് ബാക്കപ്പ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ സ്വിച്ച് ഓഫും സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല ഫാക്ടേഴ്സ് അനുസരിച്ചേക്ക് ലാമ്പ് ലൈഫ് എന്താ പറയുക കാലാവധി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റും കൂടും. ഇപ്പോൾ ലാമ്പ് മാറ്റാൻ വലിയ ചിലവ് കുറഞ്ഞ പണിയൊന്നുമല്ല. ഇപ്പം സാധാരണ എങ്ങനെ വെക്കുന്ന ഒരു ലാമ്പിന് ഒരു 8000 റുപ്പീസ് എന്തായാലും വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ദാൻ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊജക്ടർ ആൻഡ് ദ കമ്പനി അത് കൂടാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനിയിപ്പോൾ വരുന്ന പുതിയ ടെക്നോളജി എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണ്? ലേസറും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക LED ടെക്നോളജിയാണ്. അപ്പോൾ ഇതിന്റെയും ലാമ്പ് ബേസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാമ്പ് ബേസ് ഞാൻ പറഞ്ഞു, ഒരു മെർക്കുറി ഒരു ഡയോഡിനുള്ളിൽ വെച്ച് അതിനുള്ളിൽ ഗ്യാസും ഫോം ചെയ്തിട്ട് ഈ മെർക്കുറിനെ ഹീറ്റ് ചെയ്തിട്ട് അത് ഗ്യാസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ലേസറിലും LED-യിലും അങ്ങനെയല്ല. സോളിഡ് സ്റ്റേറ്റ് ടെക്നോളജിയുടെ സംഭവമുണ്ട്. അതായത് ഒരു ഇലക്ട്രിക്കൽ ഡയോഡ്, ആ ഡയോഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ മെർക്കുറി ഇല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഡയോഡ് കത്തും. ഓക്കെ, അത് ലേസറിലാണെങ്കിൽ LED-യിലാണെങ്കിൽ ഒരു റെഡ് ഗ്രീൻ ബ്ലൂ ഡയോഡ്സ് ഉണ്ടാവുക. ഈ റെഡ് ഗ്രീൻ ബ്ലൂ ഡയോഡ്സ് ഇൻഡിവിജ്വൽ ഡയോഡ്സ് അതാത് കളറിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മൊത്തം വൈറ്റുള്ള ലൈറ്റ് ഔട്ട്പുട്ട് വരും. ഇത് ആ പ്രൊജക്ടറിലുള്ള ഓപ്റ്റിക്കൽ ലെൻസ് അല്ലെങ്കിൽ ഓപ്റ്റിക്സിലൂടെ പാസ് ചെയ്തിട്ട് ഈ 3 ലൈറ്റിനെ കൺവേർജ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൺവേർജ് ചെയ്തിട്ട് നമുക്ക് എവർക്കറിയാം ഈ 3 കളർ എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടാണ് അഡീഷണൽ ബ്ലാക്കും ബ്രൗൺ എങ്ങനെ വേണം ക്രിയേറ്റ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് അതിന്റെ DMD അല്ലെങ്കിൽ ഡിജിറ്റൽ മൈക്രോ ചിപ്പിലൂടെ തൗസൻഡ്സ് ഓഫ് മൈക്രോ മിറേഴ്സ് ഉണ്ട്, അതിലൂടെ എന്താ പറയാ പാസ് ചെയ്തിട്ടാണ് സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ വ്യത്യാസമുള്ളത് ഈ ലേസർ പ്രൊജക്ടേഴ്സിലും LED പ്രൊജക്ടേഴ്സിലും കളവീലുള്ള കോൺസെപ്റ്റ് ഇല്ല. കളവീൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് വളരെ കൂടുതലായിരിക്കും. അതായത് ബൾബ് ബേസ്ഡ് പ്രൊജക്ടേഴ്സ് 2000 ലുമൻസ് ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഈ കളർ വീലിലൂടെ പാസ് ചെയ്ത് അപ്പുറത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഡിമിനിങ് ഫാക്ടർ ഉണ്ടാവും. ലേസറിലും LED ആ സംഭവം ഇല്ല. ലൈറ്റ് വളരെ ബ്രൈറ്റ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ് ആ ലൈറ്റ് അത്രയും ബ്രൈറ്റ്നസ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ലാമ്പ് ലൈഫ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചുകൊണ്ട് അതിന്റെ എന്താ പറയുക കാലാവധി അല്ലെങ്കിൽ ആ ലൈറ്റ് സോഴ്സിന്റെ കാലാവധി നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തേത്, ഈ ലൈറ്റ് സോഴ്സ് പിന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. ഹീറ്റ് വളരെ കുറവാണ്. ഓക്കെ, അതായത് സ്വന്തമായിട്ട് ഡയോഡിൽ നിന്ന് ഉണ്ടാവുന്ന ഹീറ്റ് ആയതുകൊണ്ട് വെളിച്ചമായതുകൊണ്ട് ഹീറ്റ് വളരെ കുറവായിരിക്കും. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഫാൻ്റെ നോയ്സിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിൻ്റെ ലൈഫ് സ്പാൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സാധാരണ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടർ ആണെങ്കിൽ അതിൻ്റെ ലൈഫ് 3000 മണിക്കൂർ മുതൽ 4000 മണിക്കൂറാണ്. അത് എക്കോ മോഡിൽ ആണെങ്കിൽ 5000-6000 മണിക്കൂർ, ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ ലാമ്പ് മാറ്റിയേ പറ്റൂ. ഓക്കെ, ലേസറിന് പറയുന്നത് മിനിമം 20,000 hours ആണ്. 20,000 hours
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ എൻ്റെ ലാമ്പ് ബേസ് പ്രൊജക്ടർ ഉപയോഗിക്കാൻ വേണ്ടി ഏകദേശം 4 വർഷത്തിന് മേലെയെന്ന് എൻ്റെ ഓർമ്മ. അത് ഇപ്പോഴും 1000 സംതിങ് 1600 1700 മണിക്കൂറോ ഓടിയിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, അപ്പോൾ അവിടെ ഇനിയും ഹെഡ് റൂം ഉണ്ട്, 2000 മണിക്കൂറോളം ഓടാണ്ട്. പക്ഷെ എന്നിരുന്നാലും ലേസർ പ്രൊജക്ടർ ആണെങ്കിൽ 20,000 അവേഴ്സാണ് അതിൻ്റെ എന്താ പറയുക ലൈഫ് സ്പാൻ. അതും നോർമൽ മോഡിലാണ്. ഈക്കോ മോഡിലാണെങ്കിൽ ഇറ്റ് കൻ ഗോ അപ് ടു 30,000 അവേഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10-20 വർഷത്തേക്ക് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്ടർ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ്, കളർ ആക്യുറസി പക്കയായിരിക്കും. കളർ ആക്യുറസി പക്കയായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ കളർ വീലിലൂടെ പാസ് ചെയ്തിട്ടല്ല അത് വരുന്നത്. ആയതിനാൽ ഷാർപ്നെസ് വളരെയധികം കൂടുതലായിരിക്കും, ഡീറ്റെയിലിങ്ങും പക്കയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇനി വില വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് അവർക്കറിയാം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രൊജക്ടേഴ്സൊക്കെ വളരെ ചെറുതാണ്, കോമ്പാക്റ്റാണ്. മറ്റേ പെപ്സനെ പോലത്തെ പ്രൊജക്ടേഴ്സൊക്കെ വളരെ വലുതും ആയ ഒരു സംഭവം. അതിൽ നിന്ന് മാറി വളരെ കോമ്പാക്റ്റ് സൈസായിട്ടുള്ള പ്രൊജക്ടേഴ്സിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ടെക്നോളജി മാറി മാറി വരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രൊജക്ടർ എടുക്കുന്നുണ്ടെങ്കിൽ ലാമ്പ് ബേസ് എടുക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം, എടുക്കാം. എന്തായാലും അടുത്ത 2 വർഷത്തേക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ ലാമ്പ് കംപ്ലീറ്റ്ലി നിർത്തപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അടുത്ത ടെക്നോളജിയിലേക്ക് പോയേ പറ്റൂ, അതായത് LED അതല്ലെങ്കിൽ ലേസർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് അവസാനിക്കും. ബൈ.